നിലവിളക്കിൽ എത്ര തിരിയിട്ട് കത്തിക്കണം? സന്ധ്യയ്ക്ക് ഈശ്വര സമർപ്പണത്തിന് വേണ്ടി കത്തിക്കുന്ന നിലവിളക്കിലെ തിരിയെപ്പറ്റിയാണ് മുകളിൽ പറഞ്ഞിരിക്കുന്നത്. ഒരു വിളക്കിൽ തിരിക്കെന്തിരിക്കുന്നു എന്നായിരിക്കും പുതിയവരുടെ ചോദ്യം. എന്നാൽ ഒത്തിരി യാഥാർത്ഥ്യങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്നുവെന്ന് ഉത്തരം നൽകേണ്ടി വരും. ഒറ്റത്തിരി മാത്രമിട്ട് വിളക്ക് കത്തിച്ചാൽ മുതിർന്നവർ വഴക്കു പറയും. ഒറ്റത്തിരി രോഗത്തിൻ്റെ ലക്ഷണമാണെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. 3 തിരിയിട്ട് കത്തിച്ചാൽ അതും ആലസ്യത്തിൻ്റെ ലക്ഷണമാണെന്നും 4 തിരിയാകട്ടെ ദാരിദ്ര്യത്തിൻ്റെ ലക്ഷണമാണെന്നുമാണ് അറിവുള്ളവർ പഠിപ്പിച്ചിരുന്നത്. എന്നാൽ 2 തിരിയിട്ട് കത്തിച്ചാൽ കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും ഉത്തമം, നന്നെന്നും തിരി 5 ആയാൽ വളരെ നല്ലതുമാണെന്നാണ് ആചാര്യന്മാർ വിധിച്ചിട്ടുള്ളത്. എന്നാൽ എത്ര തിരിയിട്ടാലും വെളിച്ചത്തിന് മാറ്റമുണ്ടാകുമെന്നല്ലാതെ മറ്റെന്തു ഗുണമാണെന്ന് ലഭിക്കുന്നതെന്ന് ചോദിച്ചാൽ അതിന് ശരിക്കുത്തരം നൽകാൻ കഴിഞ്ഞില്ലെങ്കിൽ ചോദ്യകർത്താവിന് കീഴടങ്ങുകയേ വഴിയുള്ളൂ. എന്നാൽ ഡൗസിംഗ് റോഡ് എന്നൊരു ചെറിയ ഉപകരണം കൊണ്ട് ഇതിൻ്റെ ശാസ്ത്രീയത തെളിയിച്ചിരിക്കുകയാണ്. ഒറ്റത്തിരി മാത്രമിട്ട് കത്തിച്ച വിളക്കിൽ നിന്നും പ്രതികൂല ഊർജ്ജമാണ് പ്രസരിക്കുന്നതെന്നും ഈ ഉപകരണം നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. 2 തിരിയിട്ട വിളക്കിൽ നിന്ന് ദൃശ്യമാകുന്നത് അനുകൂല ഊർജ്ജവും 3ഉം 4ഉം ദീപനാളങ്ങളിലുള്ള വിളക്കിൽ നിന്നും പ്രതികൂല ഊർജ്ജങ്ങളും ഉണ്ടായപ്പോഴാകട്ടെ 5 തിരിയിട്ട വിളക്കിൽ ദൃശ്യമായത് വളരെ അനുകൂലമായ ഊർജ്ജമാണ്. ദീപനാളത്തിൻ്റെ ശാസ്ത്രീയത വ്യക്തമായ രീതിയിൽ മനസ്സിലാക്കിയതുകൊണ്ടാണ് ഒറ്റത്തിരിയിട്ട് വിളക്ക് കത്തിക്കരുതെന്ന് ആചാര്യന്മാർ വിധിച്ചിരുന്നത്. ഇതുപോലെയുള്ള വിശ്വാസങ്ങളും ആചാരങ്ങളും അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.